നമസ്കാരം. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ മാത്രം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നവർ ഇത് കാണേണ്ടതില്ല. തൃശ്ശൂരിലെ ജൂബിലി അമല ആശുപത്രികളിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായി സമരത്തിൽ പങ്കെടുക്കുന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒരു കൺവെൻഷൻ, ഒരു കുടുംബ സംഗമം ഇന്നലെ തൃശ്ശൂരിൽ നടന്നിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ തൃശ്ശൂർക്ക് പോയത് രാവിലെ വന്ദേ ഭാരതിനാണ്. സാധാരണ കാർ ഓടിച്ചാണ് എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടും ഇത് മാത്രമായിരുന്നു ഇന്നലത്തെ പരിപാടി എന്നതുകൊണ്ടും രാവിലത്തെ വന്ദേ ഭാരതിൽ പോകുന്നു. ഞാൻ യാത്ര ചെയ്തതിന് തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് വൈകുന്നേരമാണ്. എന്നാൽ ശ്രീധന്യ കൺസ്ട്രക്ഷൻസിൻ്റെ ഉടമ കിളിമാനൂർ ചന്ദ്രബാബു, വീട് വീടാന്തരം നോൾട്ട എന്നൊക്കെ നമ്മൾ പരസ്യത്തിൽ കേൾക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമകളായ 3 സഹോദരങ്ങൾ, മംഗളം MD സാബു വർഗീസ് തുടങ്ങിയ പല പ്രമുഖരെയും എനിക്ക് ട്രെയിനിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇതിനിടയിൽ BJP നേതാവ് PK കൃഷ്ണദാസിനെയും കാണാൻ സാധിച്ചു. അദ്ദേഹവും എണീറ്റ് വന്ന് ദീർഘനേരം സംസാരിച്ചു. മസ്കറ്റിൽ ക്ലിനിക്ക് നടത്തുന്ന ഒരു ദന്തൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മനോജിനെ കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. പതിവ് പോലെ സാധാരണക്കാരായ പലരും എൻ്റെ അടുത്തെത്തി പല വാർത്തകളെക്കുറിച്ചുമുള്ള സൂചനകളും അഭിനന്ദനങ്ങളും ഒക്കെ നൽകി. 9:30 തൃശ്ശൂരിൽ ചെല്ലുന്നു. ഇതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. വന്ദേ ഭാരത് ഈ സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന മാറ്റം എത്ര വലുതാണെന്ന് ഓർക്കുക. രാവിലെ 5:15 തിരുവനന്തപുരത്ത് കയറി എനിക്ക് 9:30 ആകുന്നതിന് മുൻപ് തൃശ്ശൂരിലെത്താൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്നും BJP നേതാവ് ഉല്ലാസ് ബാബുവിൻ്റെ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ ഒരു മുറിയെടുത്ത് ഞാൻ എൻ്റെ വീഡിയോകൾ ചെയ്യുകയായിരുന്നു. ഇന്നലെ ആ മുറിയിലിരുന്നു കൊണ്ടായിരുന്നു വീഡിയോ ചെയ്തത്. 3:30 കൺവെൻഷൻ സെൻറ്ററിലേക്ക് ചെന്നു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന SP നായർ അങ്കമാലിയിൽ നിന്നും എന്നെ കാണാൻ തൃശ്ശൂരിലെത്തിയിരുന്നു. നടൻ ദേവനും ഞാനും മാത്രമായിരുന്നു അതിലെ അതിഥികൾ. ഒരു വിശ്വാസി എന്ന നിലയിൽ തൃശ്ശൂർ രൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് നഴ്സിംഗ് സമൂഹത്തോട് കാണിക്കുന്ന അനീതി സഭയ്ക്കുണ്ടാക്കാൻ ഇടയുള്ള തിരിച്ചടികളെ കേന്ദ്രീകരിച്ചായിരുന്നു എൻ്റെ അരമണിക്കൂർ നീണ്ട പ്രസംഗം. ആ പ്രസംഗം ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ മറക്കാതെ കേൾക്കണം. അവിടെ നിന്ന് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുകയാണ്. 6:05 വന്ദേ ഭാരതിൽ മടങ്ങാനായിരുന്നു ടിക്കറ്റ് എടുത്തത്. എന്നാൽ വന്ദേ ഭാരത് എത്തിയപ്പോൾ ഏതാണ്ട് 7:22 വടകരയ്ക്ക് സമീപം ഇലക്ട്രിക് ലൈനിൽ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് പിടിച്ചിട്ടതുകൊണ്ടാണ് അത്രയും വൈകിയത്. തൃശ്ശൂർ സ്റ്റേഷന് മുമ്പിലെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ മൊബൈൽ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ചേട്ടാ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. മറുനാടൻ വാർത്തകൾ കേൾക്കുന്നവരിൽ ഒരാളെന്ന നിലയിൽ ഞാൻ പതിവ് പോലെ ഊഷ്മളതയോടെ സംസാരിച്ചു. എന്നെ ചേട്ടന് അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ആലത്തൂരിൻ്റെ CPM MLA TM ശശി. സത്യത്തിൽ ഞാൻ 2 കാരണങ്ങൾ കൊണ്ട് ഞെട്ടിപ്പോയി. ഒന്ന്, TM ശശി എന്ന് പറയുന്നത് ഒരു മുതിർന്ന CPM നേതാവാകുമെന്നാണ് ഞാൻ കരുതിയത്. ഒരു DYFAക്കാരനായിരുന്നു ഈ TM ശശി എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നേയില്ല. 2, സാധാരണ നമ്മൾ പരിചയപ്പെടുന്ന DYFAക്കാർ അവരുടെ ഒരു ജാടയുണ്ട്, ഒരു മുടയുണ്ട്. അവർ അറിയാത്ത കാര്യങ്ങൾ അറിയാം എന്ന ഒരു വിശ്വാസത്തിൽ ബലം പിടിച്ച് സംസാരിക്കും. അങ്ങനെയല്ല, ഒരു സാധാരണക്കാരനെ പോലെ തോളിൽ കൈവച്ച് വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്നു. ചേട്ടൻ്റെ ആശയങ്ങളോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്. ഇല്ല, ഒരു യോജിപ്പും എനിക്കില്ല, എങ്കിൽ പോലും ഞാൻ ചേട്ടൻ പറയുന്നത് കേൾക്കും എന്ന് പറഞ്ഞ് സൗഹാർദ്ദത്തോടെ ഒരു സംഭാഷണം. ദീർഘനേരം റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ വെച്ച് സംസാരിച്ച് ഫോൺ നമ്പർ കൈമാറി പിരിഞ്ഞു. വീണ്ടും ട്രെയിൻ വൈകിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ എന്നെ കൊണ്ടുവിടാൻ എത്തിയ ആളുടെ കാറിൽ ഞാൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് 2 പോലീസ് വണ്ടിയുടെ അകമ്പടിയിൽ നമ്പർ 7 വണ്ടി എത്തുന്നു. ആ വണ്ടിയിൽ നിന്നിറങ്ങിയത് മന്ത്രി AP അനിൽകുമാറാണ്. തൊട്ടു പിന്നാലെ ഒരു അത്യാഡംബര മെഴ്സിഡസ് കാർ നമ്പർ 2 PK കുഞ്ഞാലിക്കുട്ടി. പക്ഷെ ഒരു പോലീസ് വണ്ടി മാത്രമേ ആ വണ്ടി അകമ്പടി ഉണ്ടായിരുന്നുള്ളൂ. പ്ലാറ്റ്ഫോമിൽ കയറിയപ്പോൾ തന്നെ ഈ 2 പേരോടും അവരോടൊപ്പം ഉണ്ടായിരുന്ന തൃശ്ശൂർ MLA രാജൻ പല്ലനടക്കമുള്ള നേതാക്കളോടും സംസാരിച്ചു. വന്ദേ ഭാരതിൽ കയറിയപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ യാത്രക്കാരും വൈകുന്നേരവുമുണ്ട്. പലരോടും സംസാരിച്ചവരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു പരിചയവും എനിക്ക് ഇല്ല, ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുമില്ല. ആ ഒരു അകലം അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായ മുഹമ്മദ് ഷാ എൻ്റെ സുഹൃത്താണ് എന്ന കാര്യമൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം അങ്ങനെ മനസ്സ് തുറക്കുകയോ അടുപ്പം കാണിക്കുകയോ ചെയ്തില്ല. എങ്കിലും നേഴ്സുമാരുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ നാളെ നിയമസഭയിൽ വെച്ച് കാണുമ്പോൾ മന്ത്രി മുരളീധരനോട് പറയാമെന്ന് പറഞ്ഞു. എന്നാൽ AP അനിൽകുമാർ അങ്ങനെയായിരുന്നില്ല. വളരെ ഊഷ്മളമായ സൗഹൃദത്തോടെ സംസാരിച്ചു. പ്രത്യേകിച്ച് AP അനിൽകുമാറിൻ്റെ തൊട്ടടുത്ത് ഇരുന്നത് പന്ന്യൻ രവീന്ദ്രനായിരുന്നു. ദീർഘകാലമായി ബന്ധമുള്ള, വളരെ ഊഷ്മളമായി കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന ഒരു സൗഹൃദമുള്ള ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. ഞാനും പന്ന്യനും തമ്മിലുള്ള അടുപ്പം കണ്ടാവാം അനിൽകുമാർ കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറിയത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്
ഒരു സീറ്റിൽ 2 CPM നേതാക്കളിരിക്കുന്നു. മുൻ മന്ത്രി ബേപ്പൂർ MLA മുഹമ്മദ് റിയാസും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും. രണ്ടുപേരെയും കണക്കറ്റ് പരിഹസിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഈ PK ബിജു എനിക്ക് വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരും എന്നോട് വളരെ വാമായി, വളരെ സൗഹാർദ്ദത്തോടെ സംസാരിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. മുഹമ്മദ് റിയാസ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് പിണറായിയോട് ഇത്ര വിരോധമെന്നാണ്. PK ബിജുവിനോട് പറഞ്ഞു പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹമാണ് ഷാജൻ പഴയ സഖാവാണെന്നും SFIക്കാരനാണ് എന്നുമുള്ള കാര്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ബിജുവും സംസാരിച്ചു. ഞങ്ങൾ ഏതാണ്ട് CPM-നെ കുറിച്ചും പാർട്ടിയെക്കുറിച്ചും മറുനാടൻ നിലപാടിനെക്കുറിച്ചുമൊക്കെ ഊഷ്മളമായി സൗഹൃദത്തോടെ ഏതാണ്ട് അരമണിക്കൂറിലധികം ഞങ്ങൾ അവിടുന്ന് സംസാരിച്ചു. CPM-നോടുള്ള എൻ്റെ എതിർപ്പും അത് തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും പിണറായി എന്തുകൊണ്ട് ഞാൻ എതിർത്തു എന്നുമൊക്കെ എനിക്ക് പിണറായിയുടെ മരുമകനായ CPM നേതാവിനോടും CPM-ന്റെ മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തോടും പറയാൻ അവസരം ലഭിച്ചു എന്നാണ് ഞാനിതിനെ കരുതുന്നത്. ഇതിൽ വന്ദേ ഭാരത് എറണാകുളത്തെത്തുന്നു. എറണാകുളത്തെത്തുമ്പോൾ ഒരു ആരവം കേൾക്കാം. കുറേ അധികം ആളുകൾ ഓടി വരുന്നു. കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട്. എന്ത് സംഭവിച്ചെന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഗൺമാനുണ്ട്, ഒരു പോലീസുകാരൻ്റെ അകമ്പടിയുണ്ട് എന്നറിയാം. പക്ഷെ അതിലധികം ആളും ബഹളവും ആ സമയത്ത് കടന്നു വരികയാണ്. എങ്ങനെയാണ് ഇത്രയധികം പോലീസുകാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല. മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ പോലീസ് ആളെ വിടുന്നതാണ്. മാത്രമല്ല ട്രെയിനിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ റെയിൽവേ പോലീസും ആളെ അയക്കും. കോട്ടയത്തു നിന്ന് ഒരു റെയിൽവേ SI മുഴുവൻ സമയവും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾക്ക് ഡ്യൂട്ടിയായി പോലീസ് ഇടുന്നതാണ്, മുഖ്യമന്ത്രി അറിയണമെന്ന് പോലുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛികമായ ഒരു കണ്ടുമുട്ടലായിരുന്നു അത്. VD സതീശനുമായി സാമാന്യം ഭേദപ്പെട്ട ബന്ധമാണ് ദീർഘകാലമായി എനിക്കുള്ളത്. എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കുന്നയാൾ എന്ന ഗുണം ഞാൻ VD സതീശന് കൊടുക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. അതെൻ്റെ ഒരു രീതിയാണ്. പിണറായി വിജയനുമായി എനിക്ക് 2014-16 കാലഘട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട ബന്ധമായിരുന്നു. പിന്നീട് ഒരിക്കലും വിളിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായ ചുമതലയേറ്റ VD സതീശൻ എന്നെ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല എന്നൊരു ചെറിയ നിരാശ എനിക്ക് ബാക്കിയായിരുന്നു. എനിക്കൊരു ക്ഷണക്കത്ത് പോലും കൊടുക്കാത്തതിനെക്കുറിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ പോലും അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചില്ല. അപ്പോഴാണ് അദ്ദേഹം കസേരയിലിരിക്കുന്നു, മന്ത്രിമാരൊക്കെ പരിചയപ്പെടുന്നു, ആൾക്കൂട്ടവും ബഹളം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു. എണീറ്റ് ഇത് കൊള്ളാം, നിങ്ങൾ എവിടെയായിരുന്നു എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, 3 തവണയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്, നിങ്ങൾ ഫോൺ എടുത്തില്ല എന്ന് അദ്ദേഹം എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു അത് നുണയല്ലേ, എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കാതിരിക്കലും മിസ് കോൾ കാണണ്ടേ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് പൂക്കികൾ പണി കൊടുത്ത കഥ. ന്യൂജനിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ് VD സതീശൻ ഓർക്കണം. ആ പൂക്കികൾ VD സതീശന് ഒരു പണി കൊടുത്തു. VD മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത ഉടൻ തന്നെ ഒരു പൂക്കി മോൻ തൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓരോ വീഡിയോ ഇടുന്നു. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫോൺ നമ്പർ, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ആ വീഡിയോ 2 മില്യണിലേക്കാണ് കുതിച്ചു കയറിയത്. VD സതീശന് ആരുടെയും ഫോൺ എടുക്കാൻ കഴിയാതായി. ഒരു ദിവസം 25,000-ഉം 30,000-ഉം കോള്. ഒരു കോൾ കട്ട് ചെയ്താൽ അടുത്ത കോള്. ആരെയും വിളിക്കാൻ കഴിയാത്ത സാഹചര്യം. ഫോൺ തുറക്കുമ്പോഴേക്കും കോൾ വരും, കട്ട് ചെയ്ത് നമ്പർ നോക്കുമ്പോഴേക്കും കോൾ വരും. അങ്ങനെ ആകപ്പാടെ പെട്ടുപോയി VD സതീശൻ. VD സതീശൻ്റെ ഫോൺ നമ്പറായി എല്ലാവർക്കും അറിയാവുന്നത് ഒരൊറ്റ ഫോൺ മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. ആരെയും വിളിക്കാൻ പറ്റുന്നില്ല, ആരുടെയും ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. തുടർന്ന് മറ്റൊരു ഫോൺ അറേഞ്ച് ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ വിചിത്രം. ഈ ഫോണിൽ നിന്ന് മുഖ്യമന്ത്രി ആരെ വിളിച്ചാൽ അവരും എടുക്കില്ല, പ്രത്യേകിച്ച് മന്ത്രിമാരെയും മറ്റും. സത്യപ്രതിജ്ഞയുടെ തലേദിവസം ഈ ഫോണിൽ നിന്ന് മന്ത്രിമാരെ വിളിച്ചിട്ട് അവർ പോലും എടുത്തില്ല. കാരണം ഇതാരാണെന്ന് അവർക്കറിയില്ലല്ലോ. ആ ഫോണിൽ നിന്നാണ് എന്നെ 3 തവണ വിളിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിർബന്ധമായും വിളിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നുകൊണ്ടാണ് 3 തവണ വിളിച്ചത്. പക്ഷെ 3 തവണയും എടുത്തില്ല എന്ന് അദ്ദേഹം പരാതിപ്പെട്ടു. പിന്നീട് ഒരിക്കൽ എൻ്റെ സുഹൃത്തായ ആരോ ഒരാൾ കാണാൻ ചെന്നപ്പോൾ അയാളെ കൊണ്ട് വിളിപ്പിച്ചു, എന്നിട്ടും എടുത്തില്ല എന്ന് അദ്ദേഹം പരാതിപ്പെട്ടു. അപ്പോഴാണ് എനിക്കൊരു അഭിമാനവും ആശ്വാസവും തോന്നിയത്. അദ്ദേഹത്തെ കാണാനും വരാനും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഞാൻ പിന്നീട് ശ്രദ്ധിച്ച് അദ്ദേഹം ടോയ്ലറ്റിലേക്ക് പോകുന്നതാണ്. ടോയ്ലറ്റിൽ ചെല്ലുമ്പോൾ അവിടെ 2 ടോയ്ലറ്റ് അടച്ചിരിക്കുന്നു. അദ്ദേഹം അവിടെ കാത്തു നിന്നു. ടോയ്ലറ്റ് ആളിറങ്ങിയതിന് ശേഷം അവിടെ കയറി ടോയ്ലറ്റ് കഴിഞ്ഞു പോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും പോലീസുകാരെ കാവൽ നിർത്തുമായിരുന്നു. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ പോയാൽ 2 വഴികളിലും പോലീസുകാർ കാവലുണ്ടായിരുന്നു. പിണറായി ഇരിക്കുന്ന 3-4 സീറ്റുകൾ കാലിയാക്കിയിടുമായിരുന്നു. എന്നാൽ ഇവിടെ സതീശൻ തൊട്ടടുത്ത് ഒരു അപരിചിതനാണ്. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ സീറ്റിലാണ് AP അനിൽകുമാർ ഇരിക്കുന്നത്. അവർ തമ്മിൽ എണീറ്റ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇരുന്ന ആൾ പറഞ്ഞു അദ്ദേഹം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ മുമ്പോട്ട് പോകും. വേണ്ട അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ ഇരിക്കുക, അദ്ദേഹത്തോട് സൗഹൃദം പറഞ്ഞൊരു രീതി. അങ്ങനെ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തുന്നു. എനിക്കറിയേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തെ ആരവമാണ്. പതിവ് പോലെ പോലീസുകാരുടെ ഒരു നിര തന്നെ തിരുവനന്തപുരം സ്റ്റേഷനിൽ കാത്തുനിൽപ്പുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ മുഖ്യമന്ത്രി ആർക്കും വലിയ ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. നേതാക്കന്മാരും പോലീസുകാരും ഒരു ആരവമാണ്. ആ ആരവത്തിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വണ്ടി കയറി പോകുമ്പോൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ
മുമ്പിലും പിമ്പിലും ഓരോ വാഹനം മാത്രം. മറ്റു വാഹനങ്ങളൊന്നും അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ കാണേണ്ട ഒരു കാഴ്ച MLA ബോർഡ് എഴുതിയ വാഹനങ്ങളുടെ ഒരു കടന്നുവരവായിരുന്നു. കാരണം ഇന്ന് നിയമസഭ തുടങ്ങുന്നതുകൊണ്ട് അനേകം യാത്രക്കാർ എത്തിയത് ഈ വന്ദേ ഭാരതിലായിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പരിസര പ്രദേശം മണിക്കൂറുകളോളം സ്തംഭിച്ചു പോയി ഈ VVIP പ്രവാഹം കൊണ്ട്. ഈ ട്രെയിനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയും കയറേണ്ടതാണ്. 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ചെങ്ങന്നൂരിൽ നിന്ന് കയറിയില്ല. 2 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒന്ന്, ഇതൊരു പുതിയ യുഗം തന്നെയാണ്. പിണറായിയുടെ കാലം പോലെയല്ല VD സതീശൻ്റെ കാലം. പക്ഷെ അപ്പോഴും ഒരു ആശങ്ക ബാക്കിയുള്ളത് എന്തിനാണ് ഈ സുരക്ഷ എന്നതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടെ വരുന്ന പോലീസുകാർ, SIമാരായിക്കോട്ടെ മറ്റു പോലീസുകാർക്കൊക്കെ എടുത്തു കൊടുക്കുന്നത് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റാണ്. പക്ഷെ അവർക്ക് അവിടെ പോയിരിക്കാൻ കഴിയില്ല, മുഖ്യമന്ത്രി സുരക്ഷയുണ്ട്. അതുകൊണ്ട് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇരുവശത്തും പുറത്ത് നിൽക്കുകയാണ്. അവർക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ല. എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇവർ നൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ കഷ്ടം. സെക്കൻഡ് ക്ലാസ് AC-യിലായിരിക്കും ഇവരുടെ യാത്ര. പോലീസുകാർക്ക് കൊടുക്കുന്നത് സ്ലീപ്പറും. ഈ പോലീസുകാർ ഈ സെക്കൻഡ് ക്ലാസ് AC-യുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഇടവഴിയിൽ ഇങ്ങനെ രാത്രി മുഴുവൻ നിൽക്കണമെന്ന്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും. ഒരു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതേ ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സൗകര്യം കൊടുക്കണം. രണ്ടാമത്തത്, ഈ സുരക്ഷ എന്തൊരു തമാശയാണ്. എന്തായാലും 10-40 പേർ കമ്പാർട്ട്മെൻറ്റിൽ ഇരിപ്പുണ്ട്. അവരുടെ ആരുടെയും ദേഹപരിശോധന നടത്തിയിട്ടില്ല. അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തിരുന്ന ആർക്കും യാത്ര ചെയ്യും. മുഖ്യമന്ത്രി അടുത്തിരിക്കുന്ന ആൾക്ക് പോലും യാത്ര ചെയ്യാൻ അവകാശമുണ്ട്. ഉദാഹരണത്തിന് ലൈസൻസുള്ള തോക്കുമായി ഒരാൾ യാത്ര ചെയ്യുന്നത് കരുതുക. ആ പോലീസുകാർ പോലും തൊട്ടടുത്തില്ല. ഈ പോലീസുകാരെല്ലാം 2 വശത്തുമാണ്. ഈ പറയുന്ന ആൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ വിരോധമുണ്ടെന്ന് കരുതുക. എന്ത് സംഭവിക്കും? യഥാർത്ഥത്തിൽ എന്തു സുരക്ഷയാണ് ഇതുവഴിയൊക്കെ ഒരുക്കുന്നത് എന്ന് പിടികിട്ടുന്നേയില്ല. സുരക്ഷ എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്നതിന് തെളിവാണ് ഈ യാത്ര. ആ ട്രെയിൻ ഇരിക്കുന്ന ആർക്കും അപ്രോച്ചബിൾ ആയിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ സുരക്ഷ എന്ന ചോദ്യവും ബാക്കിയാവുന്നു.